ആയുസ് ഞാനിപ്പോൾ ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ ഒരു വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഒരു ചെറിയൊരു റോഡുണ്ട്. ആ റോഡിൽ കൊണ്ട് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് സഞ്ചരിക്കാമെന്ന് കരുതി കയറിയിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു റോഡിൻ്റെ ഈ പോകുന്ന വഴിയിൽ തന്നെ സൈഡിൽ ഒരുപാട് പുല്ലുകൾ നിൽപ്പുണ്ട്. ഈ പുല്ലുകൾ വിടർന്ന് നിൽക്കാൻ വളരെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, ഈ പുല്ലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ നട്ടാൽ പോലും ഈ പുല്ല് ഏകദേശം ഇങ്ങനെ ഒന്നും നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, ആരൊക്കെയോ നട്ടു വെച്ചത് മാതിരിയാണ് ഈ പ്രകൃതിയിൽ ഇങ്ങനെ ഈ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നത്. കാണാൻ പോലും ആരുമില്ല. ആകെ ഉള്ളത് താഴെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, റബ്ബറിൻ്റെ. ആ എസ്റ്റേറ്റ് വെട്ടാൻ വരുന്ന തൊഴിലാളികൾ മാത്രമുണ്ട്. ആനയും കാട്ടുമൃഗങ്ങളും കാട്ടുകോഴികളും ഒരുപാട് മൃഗങ്ങളുള്ള ഒരു മലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വനത്തിനുള്ളിലാണ് നമ്മൾ. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ള ഒരു റോഡാണ്. ഇവിടെ താഴെ റബ്ബർ എസ്റ്റേറ്റ്, മേളിൽ അല്ലാതെ ഉൾക്കാട്. മനുഷ്യൻ പോലും കയറിപ്പോകാൻ ചെല്ലാൻ പറ്റാത്ത രീതിയിലാണ് ഈ കാട് ഇങ്ങനെ നിൽക്കുന്നത്. കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാട്ടിനുള്ളിൽ എന്തുമാത്രം ജീവികൾ, കോഴികളും, കാട്ടുകോഴികൾ, കാട്ടുമുയലുകൾ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പറ്റാത്ത ഒരുപാട് മൃഗങ്ങൾ ഇതിനകത്തുള്ളത് ഉണ്ട്. ഇതിനകത്ത് ഏകദേശം ഒരുപാട് മൃഗത്തിൻ്റെ പേര് അവരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. കടമാനുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളുടെ പേര് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആനയും പുലിയെ കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പേടി വരും. ഏകദേശം ഇതാണ് നമ്മുടെ ഇതിനകത്ത് സെൻറ്ററിൽ കൂടെ പോകാനുള്ള വഴിയാണ്. ഇതേകൂടെ വണ്ടിയൊക്കെ സഞ്ചരിക്കുന്നുണ്ടായിരിക്കും വഴിയിലൊന്നും കാടുകൾ കാണാത്തത്. എന്തായാലും കാണാൻ വളരെ മനോഹരമായ ഒരു ഭംഗിയുള്ള പ്രദേശം തന്നെയാണ്. നമുക്ക് ഈ നമ്മുടെ ഈ വീഡിയോയിൽ കാട് നിൽക്കുന്നത് കൊണ്ടോ ഒരു മനുഷ്യനോ മറ്റെന്തെങ്കിലും ജീവികളിനകത്ത് കടന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാടാണോ അത്രയ്ക്കും നിറഞ്ഞ. താഴെ റബ്ബർ എസ്റ്റേറ്റിൽ അവർ കാട് വെട്ടിത്തെളിക്കുന്നതുകൊണ്ട് ആ കാടൊന്നും കാണാനില്ല. പക്ഷേ മുകളിലോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണൊന്നും കാണാനില്ല. ഭയങ്കരമായ കാടാണ് ഈ കാണുന്നത്. എന്തു രസമാണ്! കാടെന്ന് പറയുമ്പോൾ നമുക്ക് വെറുപ്പാണ്. കാട് ഒരുപാട് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു നല്ലത്. പക്ഷേ ഈ കാട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇല പിച്ചി ഒന്ന് മണപ്പിച്ചാൽ പ്രത്യേക ഒരു മണമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേക സൈസ് ഒരു ഇലകളൊക്കെ ഉള്ളതാണ് ഈ കാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഉള്ളിലോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ജീവി നിന്നാൽ പോലും കാണാൻ വയ്യാത്ത ഒരു കാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ഭയങ്കരമായ കാടാണ് ഇതിനകത്ത്. മനുഷ്യൻ കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കാടുകളാണ്. കാട് വളരെ ഉണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉണ്ടോ കാട്, ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമുള്ള ഒരു സൈസ് ഇലയാണ്. ഞാൻ മണപ്പിച്ച് നോക്കി. താഴെയാണെങ്കിൽ റബ്ബർ എസ്റ്റേറ്റ് ഒരു പാറ ഇരിക്കുന്നുണ്ടോ, കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ആന നിൽക്കുന്ന മാതിരി തോന്നത്തുള്ളൂ. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് കാഴ്ചകളുമായി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് കാഴ്ചകൾ, വേറെ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് കാണാമുണ്ട്. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ കയറിയപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ. വളരെ മനോഹരമായ ഒരു റബ്ബർ എസ്റ്റേറ്റും ഒരു മനുഷ്യനും പോലും ഇവിടെ എങ്ങും നമ്മുടെ ഈ ഭാഗത്തൊന്നും വരുന്ന ഏരിയ അല്ല. എന്തായാലും ഇവിടെ മനുഷ്യനോ മായജാലമില്ല. എൻ്റെ മുമ്പിൽ 2 പേര് നടന്നു പോകുന്നുണ്ട്. ഇവിടുത്തെ ജോലിക്കാരാണ്. അവർ എൻ്റെ മുമ്പിലുണ്ട്. പിന്നെ മനുഷ്യനും മായജാലമില്ലാത്തൊരു കാടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായ പുല്ലിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതൊക്കെ കാടാണ്. കാട്ടിനകത്തൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ പകർത്താൻ ഒരുപാടുണ്ട്. നമ്മളിതിനകത്ത് ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഒരുപാട് ജീവികളും വന്യമൃഗങ്ങളുമുള്ള എല്ലാമുള്ള ഒരു കാടിൻ്റെ ദൃശ്യമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പകർത്തുന്നത്. പുല്ലൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. പക്ഷേ മേലോട്ടുണ്ടോ ഭയങ്കര ഹൈറ്റാണ്. ഇതാണ് വളരെ മനോഹരമായ ഒരു പുല്ലിൻ്റെ കാഴ്ച. കണ്ടോ, റോഡിലൂടെ താഴെയാണെങ്കിൽ കുത്തിറക്കമാണെങ്കിലും അവിടെ റബ്ബറിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഭാഗം